ഹരേ കൃഷ്ണ. ഇന്നൊരു ചെറിയ കഥയാണ് പറയുന്നത്. ഭക്തിയുടെ മഹത്വം, ഭക്തന്റെ മഹത്വം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കുഞ്ഞു കഥ. ഒരിക്കൽ തഞ്ചാവൂര് ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര അഹങ്കാരിയായിരുന്നു. ഒരിക്കൽ ഒരു സന്യാസി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരികയാണ് കൊട്ടാരത്തിലേക്ക്. ആ സന്യാസിയെ കണ്ട ഉടനെ തന്നെ രാജാവ് ആ സന്യാസിയോടായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹം കളിയാക്കുന്ന മട്ടിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നും അറിവ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അദ്ദേഹത്തെ പരിഹസിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് രാജാവ്. ആ ചോദ്യത്തിന് ആ ഒരു സന്യാസി പെട്ടെന്ന് തന്നെ, അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല, മറുപടിയും പറയുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? രാജാവ് ചോദിച്ചു, സ്വാമി, വൈകുണ്ഠത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഉടനെ തന്നെ അതിന് മറുപടി സന്യാസി പറയാണ്, വൈകുണ്ഠത്തിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം ഒരു വിളിപ്പാട് അകലെയാണ്. അതെങ്ങനെ? രാജാവിന് അതിശയായി. അങ്ങേക്കറിയോ, ഗജേന്ദ്രൻ എന്ന ആന വിളിച്ചപ്പോ ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് ആ ഗജേന്ദ്രന്റെ അടുത്തെത്തി മുതലയിൽ നിന്നും ഗജേന്ദ്രനെ മോചിപ്പിച്ചു. നാരായണ എന്ന് പേര് ചൊല്ലിയിട്ടാണ് ആ ഗജേന്ദ്രൻ അദ്ദേഹത്തെ വിളിച്ചത്. അപ്പോ ആ വിളി കേട്ടിട്ട് വൈകുണ്ഠത്തിൽ നിന്നും ഭഗവാൻ വന്ന് മുതലയിൽ നിന്നും ആ ആനയെ രക്ഷിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈകുണ്ഠം എന്ന് പറയുന്നത് ഒരു വിളിപ്പാട് അകലെയാണെന്ന്. ഈ മറുപടി കേട്ട രാജാവിന് തന്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം ആ ഭക്തിയുടെ മഹത്വം, ഭക്തന്റെ മഹത്വം, ഭഗവാന്റെ മഹത്വമൊക്കെ ആ ഒരു സന്യാസിയുടെ മറുപടിയിലൂടെ വളരെയധികം മനസ്സിലാക്കി. അദ്ദേഹം വേണ്ട വിധത്തിൽ ആ സന്യാസിയെ ആദരിക്കുകയും ചെയ്തു. ഈ ഒരു കഥയിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഭക്തന് വൈകുണ്ഠവും അതുപോലെ തന്നെ ഭഗവാനൊന്നും ദൂരെയല്ല, ഒരു വിളിപ്പാട് അകലെയാണ്. തൻ്റെ ഭക്തന്റെ വിളിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എപ്പോഴും കാതോർത്തിരിക്കുകയാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.